മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധർമ്മ ന്യൂസ്. ധർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് എന്നാണ്. ധർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വ്യക്തിയുടെ കർത്തവ്യം, ഉത്തരവാദിത്വം, അവകാശം. അത് ഭാരതവുമായിട്ട് ചേർന്നിട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് dharmanews.in, dharmaradio.in, അതുപോലെ dharmamessages.in, www ചേർക്കണം. പിന്നെ iish.org. ധർമ്മ എന്ന വാക്ക് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ഈ ധർമ്മ റേഡിയോയിൽ നമ്മൾ പറയുന്നതും ധർമ്മ മെസ്സേജ് കൊടുക്കുന്നതും ഇവിടെ വിവരിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആഫ്രിക്കൻ വിസിറ്റ് വളരെ ഗംഭീരമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റിന് ലഭിക്കുന്ന എല്ലാ പരാതികളും പരിഹരിക്കാനായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് 10 ദിവസം കൊടുത്ത് അത് ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. ഭാരതത്തിലെ ആഭരണ വ്യാപാര കയറ്റുമതി അസാധാരണമാം വിധത്തിൽ പുരോഗമിക്കുന്നുണ്ട്. IRCTCയിലൂടെ ഓൺലൈനായിട്ട് 20 കോടി ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിറ്റത്. ഭാരതത്തിലെ അപ്പോളോ ആശുപത്രി കെനിയയിൽ അവരുടെ ആശുപത്രി സീരീസ് ആരംഭിക്കുകയാണ്. വിൻഡ് ടർബൈൻ $500 മില്യൺ ഭാരതം കയറ്റി അയക്കേണ്ടായി. ഭാരതം 5th ജനറേഷൻ വിമാനങ്ങൾ, യുദ്ധ വിമാനങ്ങൾ വാങ്ങിക്കുന്നതിന് ഉള്ള MOU സൈൻ ചെയ്തു. 56,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്നുണ്ടാവും. പാകിസ്ഥാനാണ് കാശ്മീരി യുവാക്കളെ തീവ്രവാദത്തിൽ തള്ളിവിടുന്നതെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോം മിനിസ്റ്റർ അസന്നിഗ്ധമായിട്ട് വീണ്ടും പ്രഖ്യാപിച്ചു. തന്നെത്താനെ പ്രവർത്തിക്കുന്ന, ലൈറ്റ് കണ്ട് പ്രവർത്തിക്കുന്ന ഗൺസ്, തോക്കുകൾ ഇന്ത്യ സ്വയം വികസിപ്പിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ട് നേട്ടാണ്. ONGCയുടെ വിദേശ യൂണിറ്റുകൾ $1 ബില്യൺ കരാറ് ഏറ്റെടുക്കേണ്ടായി. മദർ ഡയറി തെലങ്കാനയിലേക്ക് വ്യാപിക്കുന്നു. 2017-18 കാലയളവിൽ 10,000 കോടി രൂപയുടെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നു. എക്സ്പാൻഷന് വേണ്ടി 130 കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. റബ്ബർ മരങ്ങൾ നിരന്തരം വെട്ടി മാറ്റുന്നു എങ്കിലും ഈ വർഷത്തെ റബ്ബർ പ്രൊഡക്ഷൻ 16% വർദ്ധിക്കേണ്ടായി. 6,54,000 ടൺ റബ്ബറാണ് ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത്. ആൻട്രിക്സ് ദേവാസ് കരാറ്, സ്പെക്ട്രം കരാറ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 6,700 കോടി രൂപ പെനാൽറ്റി കൊടുക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കരാറ് റദ്ദ് ചെയ്യുന്നതിന് കാരണം വിവരിക്കുന്നത് ഭാരതത്തിന്റെ സെക്യൂരിറ്റിയുമായിട്ട് വളരെ സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കരാറായതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തത് എന്നാണ്. മിലിറ്ററിയിലെ, പട്ടാളത്തിലെ ഒരു റാങ്കുകാർക്ക് ഒരു പെൻഷൻ എന്ന ആ പരിഷ്കാരം വരുത്തിയപ്പോൾ 3,819 കോടി രൂപയുടെ അധിക ചെലവാണ് ഗവൺമെന്റിന് ഉണ്ടായത്. ഈ വർഷം ആദ്യമായിട്ട്, കഴിഞ്ഞ വർഷം ആരംഭിച്ച് ഈ വർഷം ജൂണോടുകൂടി 3,484 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഭാരതം കയറ്റി അയക്കുകയുണ്ടായി. ഭാരതത്തിലെ എംബസികൾ, ലോകമെമ്പാടുമുള്ള എംബസികളിൽ ആയുർവേദത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും യുനാനിയെക്കുറിച്ചും അതുപോലെ ഹോമിയോപ്പതിയെക്കുറിച്ചുമുള്ള കൺസൾട്ടൻസി ഉണ്ടായിരിക്കും. ഭാരതീയ ചികിത്സാ സമ്പ്രദായം ലോകമെമ്പാടും എത്തിക്കാൻ ഭാരതത്തിലെ എംബസികളിലൂടെ ഉള്ള ഉജ്ജ്വലമായിട്ടൊരു പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ 2015-16 വർഷത്തിൽ 59,547 കോടി രൂപയാണ് എഴുതി തള്ളിയത്,
തിരിച്ചു കിട്ടാത്ത കടം എന്ന രീതിയിൽ. അബ്ദുൽ കലാമിനെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ വായിക്കുന്നു. കലാം സാഹിബ് വാസ് രാഷ്ട്രരത്ന ഫസ്റ്റ് ആൻഡ് ദെൻ എ രാഷ്ട്രപതി. His vision for the nation was anchored in freedom, development and strength. Dr. Kalam uniquely combined the honesty of a child with the energy of a teenager and maturity of an adult. കലാം സാഹിബ് ആദ്യം രാഷ്ട്രരത്ന ആയിരുന്നു, പിന്നീട് അദ്ദേഹം രാഷ്ട്രപതിയായി. അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം, ഭാരതത്തെക്കുറിച്ചുള്ള വീക്ഷണം സ്വാതന്ത്ര്യത്തിലും വികസനത്തിലും ശക്തിയിലും അടിയുറച്ചതായിരുന്നു. ഒരു ശിശുവിന്റെ ലാളിത്യവും ഒരു യുവാവിന്റെ ഊർജ്ജസ്വലതയും ഒരു അഡൽട്ടിന്റെ നല്ല പ്രായം വന്ന വ്യക്തിയുടെ മെച്യൂരിറ്റിയും സ്ഥിരതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സന്ദേശം ബേ ഓഫ് ബംഗാളില്, കൃഷ്ണ ഗോദാവരി ബേസിനുകളില് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപമുണ്ടെന്നും അതൊരു സോളിഡ് രൂപത്തിലാണുള്ളതെന്നും അതിൽ നിന്ന് പ്രകൃതിവാതകം വേർതിരിച്ചെടുക്കാമെന്നും ഇന്ത്യയിലെയും ജപ്പാനിലെയും അമേരിക്കയിലെയും സയന്റിസ്റ്റുമാരുടെ ടീം കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഉള്ളതിൽ ഒന്ന് ഇത് ആവാൻ സാധ്യതയുണ്ട്. 15 വർഷത്തേക്കുള്ള വിഷൻ നീതി ആയോഗ്, സാധാരണ പഞ്ചവത്സര പദ്ധതിയാണ് പതിവ്, ഇത് ദശപഞ്ചവത്സര പദ്ധതി, പഞ്ചാദശ വത്സര പദ്ധതി, 15 വർഷത്തേക്കുള്ള പ്രോഗ്രാമുകൾ നീതി ആയോഗ് അതിന്റെ മീറ്റിംഗിൽ പ്രപ്പോസൽസ് സ്റ്റേറ്റുകളിൽ നിന്ന് സ്വീകരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പരിപാടികൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് പ്ലാനിംഗ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. ആപ്പിൾ കമ്പനി ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ അവരുടെ പ്രോഡക്റ്റുകൾ വിൽപ്പന നടത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കുത്തനെ താഴ്ന്നു എങ്കിലും ആപ്പിൾ ഫോണിനും മറ്റുള്ളതിനും ഇന്ത്യയിലെ മാർക്കറ്റ് അസാധാരണമാം വിധത്തിൽ വികസിച്ചു വരുന്നത് കൊണ്ട് ആപ്പിൾ ഫോണുകളും പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ വിൽക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം മാത്രം സ്വീകരിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറ്റിയിട്ട് അവർ റീറ്റെയിൽ ഷോപ്പുകൾ ഉടനെ തുടങ്ങുന്നുണ്ടാവും. 31,225 റെക്കോർഡുകളാണ് നമ്മുടെ ഇന്റർനെറ്റിലൂടെ 2015 ഭാരതത്തിൽ നിന്ന് ഹാക്ക് ചെയ്തത്. ഹാക്കിങ്ങില് ലോകത്തില് 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു ഭാരതം എന്ന നെഗറ്റീവ് വാർത്ത. 31,225 റെക്കോർഡുകൾ നശിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുകയുണ്ടായി, ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഉത്തരാഖണ്ഡില് ചൈനീസ് പട്ടാളക്കാര് ഈ ടിബറ്റ് അവരൊക്യുപ്പൈ ചെയ്യുന്ന ടിബറ്റിൽ നിന്ന് ഭാരതത്തിലേക്ക് കടന്ന് കയറി പിന്നെ തിരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചൈനീസ് സൈന്യങ്ങൾ ഭാരതത്തിലേക്ക് കടക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. അടുത്തത് കൊച്ചി കോർപ്പറേഷന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടൊരു പരിപാടിയാണ് 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപയ്ക്ക് കുടിവെള്ളം, 1 ലിറ്റർ കുടിവെള്ളം 1 രൂപയ്ക്ക് വിൽക്കാം. 20 ലിറ്ററിന്റെ ജാറ് അത് 20 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പരിപാടി ഇന്നലെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം കേരളത്തിലേക്ക് വരുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ 8% വർധനയുണ്ടാകുമെന്ന് കേരളത്തിലെ ടൂറിസം വികസന മന്ത്രി വിവരിക്കേണ്ടായി. ഗുജറാത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അധിക വൈദ്യുതി റെയിൽവേക്ക് കൊടുക്കാൻ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനിച്ചു. അതുപോലെ റെയിൽവേയിലെ മൊത്തം സ്റ്റാഫിന്റെ ഡ്രസ്സ്, അവരിടുന്ന ഡ്രസ്സ്, ഒഫീഷ്യൽ ഡ്രസ്സ് ഡിസൈനർ ഡ്രസ്സാക്കി മാറ്റാനും നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ടതും അതേ സമയത്ത് വികസനവുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടുള്ള ഡ്രസ്സ് അവർക്ക് കൊടുക്കാനായിട്ട് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും ഖാദി വസ്ത്രത്തിലേക്ക് മാറിയതുപോലെയായിരിക്കും ഇത്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയും ഒരുമിച്ച് ചേർന്ന് നടത്തിയിരിക്കുന്ന പഠനത്തിൽ ഭാരതത്തിൽ ഇനി കോൺഗ്രസ് പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ലെന്നും കോൺഗ്രസിന് സർവൈവ് ചെയ്യണമെങ്കിൽ മറ്റ് എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് പ്രവർത്തിക്കണമെന്നും വലിയ ഒരു പഠനത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ ഓയിൽ എന്ന പ്രൈവറ്റ് കമ്പനി ആസാമിൽ നിന്ന്
ഓയിൽ എക്സ്കവേറ്റ് ചെയ്യാനുള്ള നാച്ചുറൽ ഓയിൽ, മിനറൽ ഓയിൽ എക്സ്കവേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഹിറ്റാച്ചി കെം എന്ന കമ്പനി അവരുടെ ടെക്നോളജി, പ്രത്യേകിച്ച് ബാറ്ററികൾ ഉണ്ടാക്കാനുള്ള ആ പരിപാടി ഭാരതത്തിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അഹമ്മദാബാദിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റാച്ചി കെം എന്ന ജപ്പാൻ കമ്പനി അഹമ്മദാബാദിൽ ബാറ്ററി ഉണ്ടാക്കാനുള്ള പുതിയ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഡാബർ കമ്പനി 500 കോടി രൂപയുടെ വികസനം ആരംഭിച്ചിരിക്കുന്നു. ക്യൂബെക്ക് ഗവൺമെന്റ് $133 മില്യൺ കാനഡയിൽ ആരംഭിക്കുന്ന ടാറ്റയുടെ സ്റ്റീൽ കമ്പനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാനഡയിൽ ആരംഭിക്കുന്ന ടാറ്റ സ്റ്റീൽ കമ്പനിയിലേക്ക് $133 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ക്യൂബെക്ക് എന്ന പ്രോവിൻസ് കൊടുത്തിട്ടുണ്ട്. ഗൾഫ് ഓയിൽ എന്ന വിദേശ കമ്പനി ഭാരതത്തിൽ ലൂബ്രിക്കന്റ് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ചെന്നൈയിൽ 150 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 കമ്പനികൾക്ക് NRDCയിലൂടെ ഡയബറ്റിക്സ് രോഗത്തെ തടയാനുള്ള മരുന്ന്, ആയുർവേദ മരുന്നുണ്ടാക്കാനുള്ള ലൈസൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. 1.6 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പ്രോജക്റ്റുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടനെ ആരംഭിച്ചത്. അതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് 1.6 ലക്ഷം കോടി രൂപയാണ്. അതിൽ 4 പ്രോജക്റ്റുകൾ ബിഫോർ ടൈമിൽ തീരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 252 പ്രോജക്റ്റ് ഷെഡ്യൂൾ ടൈമിൽ പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 330 പ്രോജക്റ്റുകൾ വളരെയധികം ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു. 241 പ്രോജക്റ്റുകൾ അതിൻ്റെ കോസ്റ്റ്, ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 70 പ്രോജക്റ്റുകൾ സമയവും ചെലവും കാര്യമായിട്ട് അതിക്രമിച്ചിരിക്കുന്നു. അത് വേദനാജനകമാം വിധത്തിൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത, ഇന്ത്യ, ബർമ്മ, തായ്ലാൻഡ്, ഇന്ത്യ, മ്യാൻമാർ, തായ്ലാൻഡ് ഒരു ഹൈവേ ഭാരതവും അതുപോലെ ബർമ്മയും അതുപോലെ തായ്ലാൻഡും ചേർന്ന് കംബോഡിയയിലേക്കും ലാവോസിലേക്കും വിയറ്റ്നാമിലേക്കുമുള്ള വലിയ ഹൈവേ ഉണ്ടാക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. പ്രണാമം, നമസ്കാരം.